എന്നും ചോറും കറിയും തന്നെയല്ലേ വെക്കുന്നത്. അപ്പം ഇന്നൊന്ന് വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എല്ലാം 1/4 കിലോ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം നന്നായി പരട്ടി വെക്കുക. പിന്നെ 4 സവാള എടുത്തിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നേർ പകുതി എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി കരിയാനായിട്ട് പാടില്ല. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ അത് മാറ്റി വയ്ക്കുക. പിന്നെ ബാക്കിയുള്ള സവാളയും കൂടിയിട്ട് അതേ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. സോയ ചങ്ക്സും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളല്ല അതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഉപ്പ് പാകമല്ലേ നോക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കിലോ ഇന്ത്യ ഗേറ്റ് അരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മസാല റെഡി വന്നപ്പം മല്ലിയില തൂവി കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള അരി അതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുക. നെയ്യ് ഒഴിക്കുക. ദമ്മിട്ട് കൊടുക്കുക കേട്ടോ.